എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ആദ്യത്തെ ദിവസം തന്നെ, ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ, നമ്മൾ കർത്താവ് നമുക്ക് ഈ വർഷത്തിനായി തന്ന ആലോചനകൾ അറിയാനും അതിൻ്റെ ഒപ്പം വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും, അത് 2 ഇംഗ്ലീഷിലും മലയാളത്തിലും അതിന് മറുപടി പറയും. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. അതിനെ ടെൽ മീ, വേർ ആർ യു ഫ്രം? I'm calling from UK. Okay, you are welcome. Okay, this is Feba from UK. So her question is, what is that we need to focus on this year? And what are the areas, or what is Lord holding for us this year? Okay, great, wonderful Jesus. Thank you, Lord. As Lord has shown me, this is going to be an year of restoration and of great harvest. Hallelujah. Wonderful Jesus. This is going to be an year of restoration for people who have sown in tears. If you sow in tears, you will reap with shouts of joy this year. This is the year God is going to bring real harvest of joy, of souls, of blessings, of wealth. In every areas, this is an year of harvest. But this is exclusively for the children of God, which I am telling, that you need also to be very cautious about this year. Every day, every moment you spend this year, because this is also a time of a repositioning and realignment for your calling, or whoever has not got a clarity on the calls will be definitely getting the clarity and positioning in the army of God this year, if they are really keeping the hearts on the Lord. If you have your heart for the Lord, definitely this will be a mighty year where, as I said earlier, you will see restoration in areas where you have lost. Restoration and harvest will be seen like never before this year. Amen. And also there will be a mighty supernatural, because Lord also showed me the importance of this year, because this is I don't know how many of you are aware of it. കുറച്ച് മലയാളത്തിൽ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പറയാം. അതായത് ഒരു പോയിന്റ് ഇപ്പോൾ എനിക്ക് കർത്താവ് എന്നെ കാണിച്ചു തന്നത്, ഈ വർഷം ഒരു റെസ്റ്റോറേഷൻ്റെ വർഷമാണെന്നാണ്. അതായത് ഒരു വീണ്ടെടുപ്പിൻ്റെ, ഒരു നഷ്ടപ്പെട്ടത് വീണ്ടും കിട്ടുന്ന വിധത്തിലുള്ള ഒരു റെസ്റ്റോറേഷൻ ദൈവം നടത്തുന്ന വർഷമായിട്ടും, അതുമാത്രമല്ല കണ്ണീരോടെ വിതച്ചവരെല്ലാം ആർപ്പോടെ കൊയ്യുന്ന വർഷമായിട്ടുമാണ് ഈ വർഷത്തെ കാണുന്നത്. ഒരു ഹാർവെസ്റ്റ് ഇൻ ഓൾ ഏരിയാസ്. അതായത് ഒരു സന്തോഷത്തിൽ, ആരോഗ്യം, അതുപോലെ സ്വാതന്ത്ര്യം, എല്ലാ മേഖലയിലും, എല്ലാ സന്തോഷത്തിൽ മാത്രമല്ല സമ്പത്തിൽ റെസ്റ്റോറേഷൻ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഒരു റെസ്റ്റോറേഷൻ വരാൻ ഏറ്റവും അധികം പൊട്ടൻഷ്യലുള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷത്തെ കാണിക്കുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ ഒപ്പം ദൈവമക്കൾ, വിളിയുള്ള എല്ലാവരും അവരുടെ വിളിയെ തിരിച്ചറിയാത്തവർ, അവരുടെ ദൈവവിളി എന്താണ്, എന്തിലേക്കാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എൻ്റെ റോൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിലേക്ക് ഓരോരുത്തരും എക്വിപ്ഡ് ആവുകയും സ്റ്റെപ്പ് വയ്ക്കുകയും പൊസിഷൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന വർഷമായിരിക്കും ഇത്. ആത്മാക്കളുടെ ഹാർവെസ്റ്റാണ് ഏറ്റവും അധികമായിട്ട്, ആത്മാക്കളുടെ വലിയൊരു ഹാർവെസ്റ്റ്, കൊയ്ത്ത് അധികം, വേലക്കാർ ചുരുക്കം. അതുകൊണ്ട് ആ വേലക്കാരെല്ലാം ഇനി അധികമായി വേലയിലേക്ക് ഇറങ്ങും. എല്ലാം അതിനുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വയം സമർപ്പിക്കപ്പെടുകയും കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ഇത് ഇവിടെ ഈ വർഷത്തിൽ പുറത്തുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ചില സംഭവങ്ങൾ ഉണ്ടാവാം. അത്ര സുഖകരമല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായാലും
ദൈവത്തോട് ഹൃദയം ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഡിവൈൻ പ്രൊട്ടക്ഷനും ഡിവൈൻ ഗൈഡൻസും എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവം അതിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്. ഹല്ലേലൂയ. അത് ഒന്നാമത്തെ കാര്യം. ദ നെക്സ്റ്റ് തിങ് അബൌട്ട് ഐ എം സ്വിച്ചിങ് ഓവർ ടു ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് this is an year of God Almighty. Wonderful Jesus. Yahweh is the God of Israel is called Yahweh or YHWH. Yod He Vav He. Yod He Vav He is in the Tetragrammaton. That is the YHWH is the Tetragrammaton by which Jews write their God, about God, or got it? Yahweh. It is called Yahweh. Or in the Hebrew language, we have, it is a very specific kind of pictorial language. With regard to every letter, you have a number associated with it as well as a picture associated with it. Wonderful Jesus. So there is a number and a picture. So YHWH means Y stands for 10. Y has the numerical value of 10 associated with it. And H, He, the letter called He, which is denoted by H. H has got 5 as a numerical value. W is coming holding the numerical value of 6. Y is showing a hand, a palm, okay? And H is showing a window, or a window which is open to sky, which means grace. Behold the grace. You can behold, you look through the window and you see the grace. Okay. That is the meaning of the window. They have associated that meaning to that window, an open window to the sky or heaven. And the third one is Vav or W. The pictorial representation is 3 nails, absolutely 3 nails, which were used to nail Jesus on the cross. And again it is H, which is grace again, or the open window to sky, which is showing grace. That is it is like see the hand, or behold means see the hand and the 3 nails, and the 3 nails, see the hand and nails, which means it is there. They are clearly saying their YHWH Tetragrammaton of the God of Israel is saying that you can understand Yod He Vav He by seeing nails on the palms. Hallelujah. Wonderful Jesus. It is Jesus is none other than Jesus, which is Yahweh. Amen. And yes, in Malayalam, if I say, ഈ യഹൂദരുടെ ഇടയിലുള്ള ഭാഷ എബ്രായ ഭാഷയാണ്. ഈ എബ്രായ ഭാഷയിൽ ഉള്ള അക്ഷരങ്ങൾക്ക്, അല്ലെങ്കിൽ യോദ് ഹേ, വാവ് ഹേ എന്ന് വെച്ചാൽ YHWH എന്ന് അവർ അത് എഴുതുമ്പോൾ ഹീബ്രു ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഹീബ്രു ഭാഷയുടെ ഓരോ ലെറ്ററിനും അതിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു നമ്പർ കൊടുക്കും. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിന് ഒരു പിക്ചറും ഉണ്ടാവും, അതായത് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനും ഉണ്ടാവും. വളരെ പ്രത്യേകതയുള്ള ലാംഗ്വേജാണ് ഹീബ്രു. അതുപോലെ അറബി പോലെ അത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിലും നമ്പറിലും ഉള്ളൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ Y എന്നുള്ള ലെറ്ററിന്, അതായത് യോദ് എന്ന് അവർ പറയുന്ന Y എന്നുള്ള ലെറ്ററിൽ വരുന്നത് 10 എന്നുള്ള നമ്പറാണ്.
അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ എച്ച് എന്നുള്ള ലെറ്ററിൽ, ഹേ എന്നുള്ള ലെറ്ററിൽ വരുന്നത് 5 ആണ്, 5 വരുന്നത്. അതുപോലെ പിന്നെ വരുന്നത് W ആണ്. ആ W വാവ് എന്നുള്ള ലെറ്ററിൽ വരുന്നത് 6 ആണ്. വീണ്ടും എച്ച് വരുന്നുണ്ട്, ആ ലെറ്ററിൽ വരുന്നത് അത് വീണ്ടും 5 തന്നെ, വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് YHWH എന്ന് എവിടെ കണ്ടാലും യഹൂദൻ അറിയാം അത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കാര്യമാണ്. ഗോഡ് ഓഫ് ഇസ്രയേലിനെ ഡിനോട്ട് ചെയ്യണ പദമാണ് യാവേ എന്നുള്ളത്, യഹോവ, യാവേ. അപ്പോൾ YHWH എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 10, 10, പിന്നെ 5, പിന്നെ 6, പിന്നെ വീണ്ടും 5. 10ഉം 5ഉം 6ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 26. ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയുള്ളത്, ഇതിന് ഓരോ ഈ YHWH എന്നുള്ള ഈ അക്ഷരങ്ങൾക്ക് ഒരു പിക്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ അവർ മിശിഹ തന്നെയാണ്, അല്ലെങ്കിൽ യഹോവ തന്നെയാണ്, യാവേ എന്ന് അവർ വിളിക്കുന്ന ദൈവം തന്നെയാണ് യേശു എന്ന് കാണിക്കാൻ വളരെ ക്ലിയർ ആയിട്ട് അതിലും ഓൾറെഡി നേരത്തെ തന്നെ ദൈവം അവിടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. അതായത് വൈയിലൂടെ വൈ കാണിക്കുന്നത് ഒരു കൈപ്പത്തിയാണ്, ഒരു കൈയാണ് കാണിക്കുക. അപ്പോൾ കൈ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എച്ച് ആണ്. എച്ചിൽ കാണിക്കുന്നത് ഒരു തുറന്ന ജനാലയാണ്, അതായത് ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്നുള്ളത് ഒരു തുറന്ന ജനാല, സ്വർഗത്തിലേക്ക് തുറക്കുന്ന അല്ലെങ്കിൽ ആകാശം കാണുന്ന ഒരു ജനലാണ്. അതിൽ കൂടെ നിങ്ങൾ നോക്കൂ എന്ന് പറയണം. ബിഹോൾഡ് എന്നുള്ള അർത്ഥവും അതിൽ കൂടെ നോക്കുക എന്നുള്ളതും ജനൽ എന്നുള്ള ഓപ്പൺ വിൻഡോ എന്നുള്ള 2 കാര്യം അവിടെ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് W ആണ്. ആ ഡബ്ല്യുവിൻ്റെ അർത്ഥം 3 ആണിയാണ്. ഡബ്ല്യുവിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൃത്യം 3 ആണിയാണ് നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാൻ ഉപയോഗിച്ചത് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. വീണ്ടും ഒരു എച്ച് ഉണ്ട്. ആ എച്ചിൽ വരുന്നത് ഇതേപോലെ ഓപ്പൺ വിൻഡോ ആണ്. അതായത് ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ പകരാൻ, കയ്യിൽ ആണി ഉള്ളവനെ നിങ്ങൾ നോക്കാൻ, അത് തന്നെയാണ് YHWH എന്ന് ഇത്ര ക്ലിയറായി. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. ദൈവം എല്ലാ രീതിയിലും വെളിപ്പെടുത്തുന്ന ആ മഹാകൃപയ്ക്കായി ദൈവത്തിൻ്റെ വഴികൾ എത്രയോ ശ്രേഷ്ഠം. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. സോ ദിസ് ഇസ് സച്ച് an amazing revelation which God gave me, and I was really, wonderful Jesus. There are a lot more, even regarding our genetics, there is some connection. God has got his signature in our system, which are all deeply explained in the book Treasure in Christ Jesus, which will be out soon. So this is absolutely going to be an year of God Almighty, which is going to be a blessed year. Those who are not serious about God either will fall away from faith or will repent and to the Lord, get close to the Lord. And those who have real hearts for the Lord are going to see harvest this year. Amen. This 2026 is going to be a blessed year. Wonderful Jesus, for all the entire body of Christ. And the world is going to identify Jesus as God. And in a mightier way than ever before this coming year. Amen. This is and all that you have to do is you have to set apart your time. As Feba asked, Feba, I'm telling you, you have to set apart your time for the Lord and submit yourself so that you allow God to equip you and position you for the place where God has ordained you to be, in His army, in the real battle which is already won by the Lord. Battle is already won. But we need to fight a good fight of faith. We